ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ബിസിനസ് ലോകത്ത് വലിയ നക്ഷത്രങ്ങളായി വളർന്നു വന്ന കുറേ വ്യവസായികൾ അവരുടെ തെറ്റായ ചില നടപടികൾ കൊണ്ടോ അല്ലെങ്കിൽ ബാങ്കുകളെ ചീറ്റ് ചെയ്യുക അങ്ങനെയുള്ള ചില തെറ്റുകൾ കാണിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥമായ ഒരു ബിസിനസ് ചെയ്തതിന് ശേഷവും ചില അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പാകപ്പിഴകൾ കൊണ്ടോ ഒക്കെ അസ്തമിച്ചു പോയ കുറേ ബിസിനസ്മാൻമാർ. അങ്ങനെ കുറേ പേരുണ്ട് ഇന്ത്യയിൽ. ഞാൻ പറഞ്ഞ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർ. ഒന്ന്, ആത്മാർത്ഥമായി ബിസിനസ് ചെയ്തു പക്ഷേ അവരുടെ തെറ്റുകൊണ്ടല്ലാതെ പരാജയപ്പെട്ടു പോയർ. വേറൊരു കൂട്ടർ ബിസിനസ് ചെയ്ത് വന്നിട്ട് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് അവർ പരാജയപ്പെട്ടു പോയവർ. മൂന്നാമതൊരു കൂട്ടർ എന്ന് പറയുന്നത് ബാങ്കുകൾ പോലുള്ള സ്ഥാപനങ്ങളിൽ വലിയ അഴിമതികൾ കാണിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ വഞ്ചിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് നാട് വിട്ടുപോയവർ. ഇങ്ങനെ ഈ 3 കാറ്റഗറിയിലുള്ള ബിസിനസ്മാൻമാരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഏതാണ്ട് 9ഓളം ബിസിനസ്മാൻമാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പല ബിസിനസ്മാൻമാരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരായിരിക്കും, ചിലരെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. പക്ഷേ ആ ബിസിനസ്മാൻമാരെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അവരുടെ ബ്രാൻഡുകൾ നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഓരോ ബിസിനസ്മാൻമാരിലേക്ക് പോകാം. നമ്മളിന്ന് ആദ്യം പറയാൻ പോകുന്ന വിജയ് മല്യയെ കുറിച്ചാണ്. വിജയ് മല്യ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. വിജയ് മല്യയെ കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് UB ഗ്രൂപ്പിന്റെ ചെയർമാൻ, ഇന്ത്യയിലെ മദ്യ രാജാവ്, യുണൈറ്റഡ് ബ്രിവറീസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ എന്നൊക്കെയുള്ള പേരിലാണ്. കിങ് ഫിഷർ എന്ന് പറയുന്ന ആ ഒരു ബിയർ ബ്രാൻഡ്, ഇതിന്റെയൊക്കെ പേരിലാണ് നമ്മൾ വിജയ് മല്യയെ കേട്ട് കൊണ്ടിരുന്നത്. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് നയിച്ച് വിമാനങ്ങളിൽ കറങ്ങി നടന്ന് സുന്ദരികളോടൊപ്പം രസിച്ച വിജയ് മല്യ, അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, വിജയ് മല്യ കിങ് ഫിഷർ എയർലൈൻസ് എന്നുള്ള പേരിലൊരു എയർലൈൻ തുടങ്ങുകയും എയർലൈൻ മേഖലയിലേക്ക് മാറുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹം ഇന്ത്യയിലെ 17ഓളം ബാങ്കുകളിൽ നിന്ന് 10,000-ഓളം കോടി ലോൺ എടുത്തു. എന്നിട്ട് ആ ലോൺ തിരിച്ചടയ്ക്കാതെ അദ്ദേഹം ഇരുന്നു. പക്ഷേ ഇത് പിന്നീട് പ്രശ്നമായി. കിങ് ഫിഷർ എയർലൈൻ ആകെ പ്രോബ്ലത്തിലേക്ക് പോയി. SBI ഉൾപ്പെടുന്ന ആ ഒരു കൺസോർഷ്യം ഉണ്ടല്ലോ, ഈ വിജയ് മല്യക്ക് ലോൺ കൊടുത്തവർ, അവർ വിജയ് മല്യക്കെതിരെ തിരിഞ്ഞു. അപ്പോഴത്തേക്കും വിജയ് മല്യ ഇന്ത്യയിൽ നിന്നും UK രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് IPL ടീം, ഫോർമുല 1 റേസിംഗിന്റെ ടീം, ഇതെല്ലാം ഉണ്ടായിരുന്ന വ്യവസായിയാണ്. അദ്ദേഹത്തിന് ഈ ബാങ്കുകൾക്ക് തിരിച്ച് പണം കൊടുക്കാനുള്ള എല്ലാ ആസ്തിയും ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം തിരിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വിൽഫുൾ ഡിഫോൾട്ടർ, മനഃപൂർവ്വം പൈസ തിരിച്ചു കൊടുക്കാത്തവൻ എന്ന് SBI നാമകരണം ചെയ്തു. അതേപോലെ അദ്ദേഹത്തിന് ഫ്യൂജിറ്റീവ് എക്കോണമിക് ഒഫൻഡർ എന്ന് ഇന്ത്യയുടെ ഗവൺമെന്റ് അദ്ദേഹത്തെ വിളിക്കാനും തുടങ്ങി. അതായത് അയാൾ ഒരു നോൺ ക്രിമിനലായി മാറി. ഇപ്പോൾ അദ്ദേഹം UK താമസിക്കുകയാണ്. ഇന്ത്യക്ക് UK കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള ഉടമ്പടി ഉള്ളത് കൊണ്ട് തന്നെ UK നിന്ന് തിരികെ വിജയ് മല്യയെ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയും. അതിനുള്ള ലീഗൽ പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. അവിടുത്തെ മിക്ക കോടതികളും അതിനുള്ള അനുമതി കൊടുത്തു കഴിയുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയിലെ പോലെ അവിടുത്തെ ലീഗൽ സംവിധാനവും വളരെ കാലം കൊണ്ട് ഇതിലൊക്കെ തീരുമാനം എടുക്കൂ. ഇപ്പോൾ ഫൈനൽ അപ്പീലിലേക്ക് വിജയ് മല്യ പോയിരിക്കുകയാണ്. ആ അപ്പീലും കൂടെ പരാജയപ്പെട്ടാൽ വിജയ് മല്യ തിരിച്ച് ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ ഇന്ത്യയിലെ കള്ളത്തരം കാണിച്ച് ഇന്ത്യയിൽ നിന്ന് നാടുവിട്ട ആദ്യത്തെ ബിസിനസ്മാൻ വിജയ് മല്യ. അയാളുടെ ഗ്രൂപ്പ് കമ്പനികൾ തകർന്നു. അയാളുടെ ബ്രാൻഡുകളെല്ലാം ഇന്ന് നിലവിലുണ്ട്. പക്ഷേ ആ ബ്രാൻഡുകളൊക്കെ മറ്റ് കമ്പനികളുടെ കയ്യിലാണ് ഇപ്പോൾ. അടുത്തത് വീണ്ടും നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് നീരവ് മോദി. നീരവ് മോദി എന്ന് പറയുന്നത് ഒരു ഡയമണ്ട് ബിസിനസ്മാൻ ആണ്. ഈ ഡയമണ്ട് ബിസിനസ്മാനായ നീരവ് മോദി ഇന്ത്യയിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിനെയാണ് പറ്റിച്ചത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അവിടുത്തെ ജീവനക്കാരെയും കൂടെ സഹായത്തോടു കൂടി ഏതാണ്ട് $2 ബില്യൺ, അതായത് ഏതാണ്ട് 15,000 കോടിക്ക് മുകളിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഫ്രോഡ് ചെയ്തിട്ട് അയാൾ ഇവിടെ നിന്ന് പോവുകയാണ്. നീരവ് മോദിയും UK ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നീരവ് മോദിയും തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UK നമുക്ക് കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള ഉടമ്പടിയുണ്ട്. നീരവ് മോദിയുടെ പേരിൽ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ഇല്ലീഗലായിട്ടുള്ള മണി ട്രാൻസാക്ഷൻസ്, ബ്ലാക്ക് മണി, ഹവാല എല്ലാം വരും. ഈ രീതിയിലുള്ള കേസുകളെല്ലാം EDയും മറ്റ് ഏജൻസികളും ചാർജ് ചെയ്തിട്ടുണ്ട്. ഇന്റർപോൾ അയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ED ഈ നീരവ് മോദിയുടെ ഏതാണ്ട് 1,200ഓളം കോടി വരുന്ന സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നീരവ് മോദി ഇന്ത്യയെ പറ്റിച്ച് ഇന്ത്യയിൽ നിന്ന് കടന്നു കളഞ്ഞ മറ്റൊരു ബിസിനസ്മാൻ ആണ്. അടുത്തത് വീണ്ടും മോദി തന്നെയാണ്. അത് ലളിത് മോദിയാണ്. ലളിത് മോദി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മിക്കുള്ളവർക്കും അറിയാവുന്ന കാര്യം, IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ആശയം തുടങ്ങിയത് ലളിത് മോദിയാണ്. രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്ന ലളിത് മോദിയുടെ ആശയമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ബ്രാൻഡായി മാറിയ IPLന്റെ ആദ്യത്തെ കമ്മീഷണറും ലളിത് മോദി തന്നെയായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ BCCI ഒക്കെ ലളിത് മോദിയോട് ആ രീതിയിൽ കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ
ഒരിക്കലും അത് അഴിമതി കാണിക്കാനുള്ള ലൈസൻസ് അല്ല. ലളിത് മോദി അതിനുശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ക്രിക്കറ്റിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് പല കള്ളപ്പണ ഇടപാടുകളും നടത്തിയതായിട്ട് ED കണ്ടെത്തി. EDയും ഇന്ത്യയിലെ മറ്റ് ഏജൻസികളും കണ്ടെത്തി. ഒപ്പം അയാൾ UK-യിലായിരുന്നു. UK-യിൽ നിന്ന് പിന്നീട് തിരികെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ലളിത് മോദിയുടെ പേരിലും ഒരുപാട് ലളിത് മോദി ഇന്ത്യയിലെ വലിയൊരു വ്യവസായം കൂടെയാണ്. അപ്പം ആ വ്യവസായ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ലളിത് മോദി കാണിച്ച തെറ്റുകളുടെ പേരിൽ ഇന്ന് UK-യിൽ ഒളിച്ചു കഴിയുകയാണ് ലളിത് മോദിയും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതുവരെയ്ക്കും ഗവൺമെന്റിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രമങ്ങൾ തുടരുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അടുത്തത് മെഹുൽ ചോസ്കി. ഈ പേര് നിങ്ങൾ അത്രത്തോളം പരിചിതമായിരിക്കത്തില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ നീരവ് മോദി ഉണ്ടല്ലോ, ആ നീരവ് മോദിയുടെ റിലേറ്റീവ് ആണ്, എനിക്ക് തോന്നുന്ന അങ്കിളാണെന്നാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ പറ്റിച്ചത്. പക്ഷേ ഈ മെഹുൽ ചോസ്കിയെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബിസിനസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ 4000-ലധികം ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്ന ഗീതാഞ്ജലി, ഞാനിരുന്ന് സംസാരിക്കുന്ന തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഗീതാഞ്ജലി ജ്വല്ലറി ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ഈ ഗീതാഞ്ജലി ജ്വല്ലറി എന്ന് പറയുന്ന വലിയ ഒരു ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഓണറായിരുന്നു മെഹുൽ ചോസ്കി. ഈ മെഹുൽ ചോസ്കിയും പഞ്ചാബ് നാഷണൽ ബാങ്കിന് അവിടുത്തെ ജീവനക്കാരോടൊപ്പം ചേർന്ന് 15,000-ഓളം കോടി കബളിപ്പിച്ച കേസിലെ പ്രതിയാണ് അയാൾ. അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് ആന്റിഗ്വ എന്ന് പറയുന്ന രാജ്യത്തേക്ക്, അത് കരീബിയൻ ദ്വീപ സമൂഹങ്ങളിലുള്ള രാജ്യമാണ്, ആന്റിഗ്വയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നമുക്ക് ഇതുവരെയ്ക്കും തിരികെ കിട്ടിയിട്ടില്ല. ഇന്റർപോൾ ഉൾപ്പെടെ അയാളെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ED ഇയാളുടെയും ഏതാണ്ട് 1200-ഓളം കോടിയുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യയെ പറ്റിച്ച മറ്റൊരു വ്യവസായിയാണ് മെഹുൽ ചോസ്കി. ഇനി അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അനിൽ അംബാനിയാണ്. ഇന്ത്യയിൽ അംബാനി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പവർ, ഫിനാൻഷ്യൽ പവർ മാത്രമല്ല, പൊളിറ്റിക്കൽ പവറുമാണ്. പക്ഷേ അനിൽ അംബാനിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. അച്ഛൻ അംബാനി, അതായത് ധീരുഭായി അംബാനി, വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി മരിക്കുകയായിരുന്നു. അപ്പോൾ സ്വത്തുക്കൾ ഭാഗം വയ്ക്കാതെയാണ് അംബാനിയുടെ മരണം സംഭവിക്കുന്നത്. അതിനുശേഷം സ്വത്തിന്റെ പേരിൽ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും തമ്മിൽ വലിയ തർക്കമുണ്ടായി. ഈ തർക്കം ഉണ്ടായപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ലുക്രേറ്റീവ് ബിസിനസ്സാണ് അനിൽ അംബാനിക്ക് കിട്ടിയത്. നമുക്കറിയാം ഇന്ന് മുകേഷ് അംബാനി ജിയോ എന്ന് പറയുന്ന ബ്രാൻഡിനെ എത്രത്തോളം വളർത്തിയെന്നത്. ഇന്ത്യയിലെ ഏറ്റവും വാല്യുബിൾ ബ്രാൻഡായിട്ട് ഈയിടയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജിയോ ആണ്. അത്തരത്തിൽ വളർത്താൻ ഒരു ബിസിനസ് ആയിരുന്നു അനിൽ അംബാനിക്ക് 2000-ൽ കിട്ടിയ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അനിൽ അംബാനി ബിസിനസ്സിലൊന്നും താല്പര്യം കാണിക്കാതെ അത് മിസ്മാനേജ് ചെയ്യുകയും സെലിബ്രിറ്റി വേൾഡിനൊപ്പം എൻജോയ് ചെയ്ത് നടക്കുകയും ചെയ്തു. അവസാനം സംഭവിച്ചത് ഈ കമ്പനികൾ ഓരോന്നോരോന്നായിട്ട് ചീട്ടുകൊട്ടാരം പോലെ പൊളിയാൻ തുടങ്ങി. റിലയൻസ് പവർ, റിലയൻസ് ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് കമ്പനികൾ അനിൽ അംബാനിയുടെ ഉണ്ടായിരുന്നു. എല്ലാ കമ്പനികളും തകർന്ന് അദ്ദേഹം പാപ്പരായി. എന്ന് മാത്രമല്ല, അദ്ദേഹം ജയിലിൽ ലാൻഡപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു. സ്വീഡനിലെ എറിക്സൺ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കുറച്ച് പേയ്മെന്റ് അനിൽ അംബാനി കൊടുക്കാനുണ്ടായിരുന്നു. ആ പേയ്മെന്റിന് പേഴ്സണൽ ഗ്യാരണ്ടി നിന്നതും അനിൽ അംബാനി ആയിരുന്നു. പറഞ്ഞ ഡേറ്റിൽ പണം കൊടുത്തില്ലെങ്കിൽ ജയിലിൽ ഇടുമെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. അങ്ങനെ ജയിലിലെത്തുന്ന സാഹചര്യം വന്നു. അവസാനം സ്വന്തം സഹോദരനായ മുകേഷ് അംബാനി ആ പണം കൊടുത്ത് സെറ്റിൽ ചെയ്താണ് അനിൽ അംബാനിയെ സംരക്ഷിച്ചെടുത്തത്. അനിൽ അംബാനി മറ്റ് ഇറഗുലാരിറ്റീസ് ഒന്നും കാണിച്ചു എന്ന് നമുക്ക് യാതൊരു തെളിവുമില്ല. പക്ഷെ അനിൽ അംബാനി സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട്, ബിസിനസ് മാനേജ് ചെയ്തതിലെ തെറ്റുകൾ കൊണ്ട് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന ആള് ഇന്ന് പാപ്പരായി മാറിയിരിക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സുബ്രത റോയിയെ കുറിച്ചാണ്. ഈ സുബ്രത റോയ് എന്നുള്ള പേരും നിങ്ങൾക്ക് അത്ര പരിചിതമായിരിക്കത്തില്ല. പക്ഷേ 90കളിലെ കിഡ്സ്, 90s കിഡ്സ്, 2000 കിഡ്സ്, ഇവരൊക്കെ ക്രിക്കറ്റിന്റെ വലിയ ലവേഴ്സ് ആയിരുന്ന കാലഘട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വലിയ താരങ്ങളുടെ ജേഴ്സി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സഹാറ എന്നായിരുന്നു എഴുതിയിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രാൻഡായിരുന്നു സഹാറ, അല്ലെങ്കിൽ സഹാറ പരിവാർ എന്ന ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്നു സുബ്രത റോയ്. അവർക്ക് പല മേഖലകളിലും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ടുകൾ, ഏവിയേഷൻ, അതായത് സഹാറ എയർലൈൻസ് ഉണ്ടായിരുന്നു, അതുപോലെ മീഡിയ ഉണ്ടായിരുന്നു, പിന്നീട് കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ബിസിനസ് ഉണ്ടായിരുന്ന ഗ്രൂപ്പായിരുന്നു സഹാറ. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, സഹാറ വ്യാപകമായ കള്ളപ്പണം വെളുപ്പിക്കലും മറ്റ് കൃത്രിമമായ മാർഗങ്ങളും സ്വീകരിക്കുന്നതായിട്ട് കണ്ടെത്തുകയാണ്. സെബി കണ്ടെത്തി, അതായത് ഷെയർ മാർക്കറ്റിന് റെഗുലേറ്ററായ സെബി കണ്ടെത്തിയത് ഏതാണ്ട് 10,000 കോടിയിൽ കൂടുതൽ രൂപ സഹാറ ഇല്ലീഗലായിട്ട് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തതായിട്ട് കണ്ടെത്തി. അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്ന് സെബി പറഞ്ഞു. പക്ഷേ സഹാറയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കേസ് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി പറഞ്ഞു എത്രയും പെട്ടെന്ന് 10,000 കോടി കോടതിയിൽ കെട്ടിവെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സുബ്രത റോയ് തിഹാർ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞില്ല സുബ്രത റോയിക്ക് ആ പൈസ കെട്ടിവെക്കാൻ. സുപ്രീം കോടതി സുബ്രത റോയിയെ തിഹാർ ജയിലിൽ ഇട്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ, ഒരിക്കൽ പോലും തിഹാർ ജയിലിന് വെളിയിൽ സുബ്രത റോയിക്ക് വരാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു.
അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന പേരും എത്രത്തോളം പരിചിതമാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. അദ്ദേഹത്തിന്റെ പേര് VG സിദ്ധാർത്ഥ എന്നാണ്. ഇന്ത്യയിലെ കോഫി കിങ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെട്ടത്, ഇന്ത്യയുടെ കോഫി രാജാവ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോഫി എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിനായിരുന്നു, ചിക്കമംഗലൂർ എന്ന് പറയുന്ന കർണാടകത്തിലെ സ്ഥലം കേന്ദ്രീകരിച്ച്. അദ്ദേഹത്തിന്റെ ബ്രാൻഡ് എല്ലാവർക്കും പരിചിതമാണ്, കഫേ കോഫി ഡേ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു. കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണ അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ ആയിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ കർണാടകത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായ DK ശിവകുമാർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവുമായിരുന്നു. അദ്ദേഹം വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി, പക്ഷേ എവിടെയൊക്കെ അദ്ദേഹത്തിന് പിഴച്ചുപോയി. അവസാനം അദ്ദേഹത്തിന് വലിയ കടം വരികയും ചില ടാക്സ് ലയബിലിറ്റീസ് വരികയും ഈ പ്രഷർ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാതാകുകയും അദ്ദേഹം നേത്രാവതി നദിയിൽ ചാടി സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം അദ്ദേഹം ഒരു സത്യസന്ധനായ ബിസിനസ്മാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇത്രയും വലിയ പൊളിറ്റിക്കൽ ക്ലൗട്ടുള്ള ഫാമിലി, അതായത് കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന SM കൃഷ്ണ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ DK ശിവകുമാർ, ഇവർക്കൊക്കെ അദ്ദേഹത്തിന് ഒരുപക്ഷെ സംരക്ഷിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം സൂയിസൈഡ് ചെയ്യായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ചില ബിസിനസ്സുകാർ അവരുടെ തെറ്റുകൊണ്ടല്ലാതെ അവസാനം പരാജയപ്പെട്ടു പോയ മനുഷ്യരുണ്ട്. അതിലൊരാളാണ് കഫേ കോഫി ഡേയുടെ ഫൗണ്ടർ ആയിരുന്ന VG സിദ്ധാർത്ഥ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന പേര് രാമലിംഗ രാജു എന്നുള്ള പേരാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര പരിചിതമായിരുന്ന ആ പേരും അദ്ദേഹത്തിന്റെ കമ്പനി. കാര്യം ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഒന്നുകിൽ ഇൻഫോസിസിൽ ജോലി കിട്ടുക, അല്ലെങ്കിൽ വിപ്രോയിൽ ജോലി കിട്ടുക, അല്ലെങ്കിൽ TCSൽ ജോലി കിട്ടുക. ഇതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്നുണ്ടായിരുന്നു, സത്യം കമ്പ്യൂട്ടേഴ്സിൽ ജോലി കിട്ടുക. ഈ 4 കമ്പനികളിൽ ഒരു ജോലി, സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു അന്നത്തെ BTech ഗ്രാജുവേറ്റ്സിന്റെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷേ പിന്നീട് കണ്ടത് സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ ഫൗണ്ടറും അതിന്റെ ചെയർമാനുമായിരുന്ന രാമലിംഗ രാജു ഷെയർ മാർക്കറ്റിൽ കുറെ മാനിപ്പുലേഷൻസ് നടത്തുന്നതാണ്. ആ മാനിപ്പുലേഷൻസ് നടത്തിയതിന്റെ അവരുടെ ഓഡിറ്റിംഗ് കമ്പനികൾ പുറത്തു കൊണ്ടുവന്നു. പേഴ്സണലിയും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്തത്. അത് വലിയ ക്രിമിനൽ കുറ്റമാണ്. അവസാനം അദ്ദേഹത്തിനെതിരെ വലിയ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് വരികയും സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ കയ്യിൽ നിന്ന് പോവുകയും സത്യത്തിന് ടെക് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുക്കുകയും ചെയ്തു. രാമലിംഗ രാജു അന്ന് മുതൽ ജയിലിലാണ്. അത് മറ്റൊരു ബിസിനസ് പരാജയം. അതും അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. തെറ്റായ നടപടികൾ ചെയ്തതുകൊണ്ട് മാത്രമാണ് രാമലിംഗ രാജു ഇത്തരത്തിൽ ബിസിനസ് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇനി അവസാനമായി ഞാൻ പറയാൻ പോകുന്ന മലയാളികളുടെ അഭിമാനമായിരുന്ന ബൈജു രവീന്ദ്രൻ. ബൈജു രവീന്ദ്രൻ തീർച്ചയായിട്ടും മലയാളികളുടെ അഭിമാനം തന്നെയായിരുന്നു. ബൈജൂസ് എന്ന് പറയുന്ന കമ്പനി ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫീൽഡിലെ ഇന്ത്യയിലെ പയനിയറിംഗ് കമ്പനിയായിട്ട് മാറി, വലിയ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പായിട്ട് മാറി, ഏഷ്യയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പായിട്ട് മാറി. അങ്ങനെ വലിയ വിജയങ്ങൾ നേടിയ കമ്പനിയായിരുന്നു ബൈജു രവീന്ദ്രന്റെ ബൈജൂസ്. പക്ഷേ ഈ കോവിഡ് കാലഘട്ടത്തിൽ കമ്പനിക്ക് വലിയ വളർച്ചയുണ്ടായി. നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം ലഭിച്ചതുകൊണ്ട് അന്ന് എല്ലാ ഓൺലൈൻ കമ്പനികൾക്കും വലിയ വളർച്ചയുണ്ടായി, ബൈജൂസിനും വലിയ വളർച്ചയുണ്ടായി. ഈ വളർച്ച കണ്ടിട്ട് അദ്ദേഹം കുറെ തെറ്റായ നടപടികൾ ചെയ്തു. അതായത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില അക്വിസിഷൻസ് നടത്തി, ഒപ്പം അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തി, ഒപ്പം ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റും. കമ്പനി തകരാൻ മറ്റു വല്ലതും വേണോ? കമ്പനി പതുക്കെ ഒരു സൈഡിൽ നിന്ന് തകരാൻ തുടങ്ങി. ഇന്ന് ബൈജൂസിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലുള്ള വീടുകൾ പണയം വയ്ക്കുന്ന അവസ്ഥ എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ബൈജു രവീന്ദ്രനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദരനെയും കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് പൊസിഷൻസിൽ നിന്ന് അവിടുത്തെ മറ്റ് ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളെല്ലാം ചേർന്ന് പുറത്താക്കുന്ന ഒരു ഘട്ടം എത്തി. ഈ കമ്പനിയുടെ തകർച്ച എന്തായാലും മലയാളികളെ സംബന്ധിച്ച് വേദനാജനകമാണ്. എന്നാലും അദ്ദേഹത്തിന്റെ തെറ്റായ നടപടികളാണ് ആ കമ്പനിയുടെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറയാതെ വയ്യ. ഇത് അടുത്ത കാലത്ത് ഇന്ത്യൻ ബിസിനസ് മേഖലയിൽ ഉണ്ടായ കുറെ തളർച്ചയുടെ അല്ലെങ്കിൽ പരാജയപ്പെട്ട ബിസിനസ്സുകാരുടെയൊക്കെ കഥയാണ്. ഇതുപോലെ വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരി വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും കഥകൾ ഇനിയും പറയാനുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരിക്കലാകാം.